ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് നോക്കാം. അത് 4 ലെയർ കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ എല്ലാതും അളവെടുക്കുന്നത്. അതിനുശേഷം ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് അളവ് പാത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നോർമൽ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കൊരു ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു 3 മുട്ട നമ്മളെടുക്കുക. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 മുട്ട എടുക്കുക. എടുത്തതിന് ശേഷം സെയിം ജാറിൽ തന്നെ നമ്മളത് പൊട്ടിച്ച് വെച്ചിട്ട് ഒന്ന് മിക്സിയിലൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഇത്തിരി വാനില എസൻസും കൂടെ 2 സ്പൂണ് വാനില എസൻസും കൂടെ എടുക്കാം. മുട്ട ഒന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ചെയ്യുന്നത്. ഞാൻ അടിച്ചെടുത്തതൊന്ന് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിലേക്ക് ഇത്തിരി പഞ്ചസാര നമ്മൾ പൊടിച്ച് വെച്ചും കൂടി ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൈദാമാവ് എടുത്ത് വെച്ചതിലേക്ക് ഇത്തിരി കൊക്കോ പൗഡർ നമ്മൾ നമ്മൾ സ്റ്റീൽ ഗ്ലാസ് എടുത്തില്ല, ആ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ മൈദാമാവിലോട്ട് മൈദപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ പൊടി നമ്മൾ അരിപ്പയിലിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ചേർക്കുക. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പഴയ പാനാണ്. അത് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. കുറച്ച് സമയം അത് ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മിക്സ് കുക്കറിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, കാണിക്കാം. അതിന് മുമ്പ് നമ്മുടെ കേക്കിൻ്റെ മിക്സ് നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ ഒത്തിരി മൈദപ്പൊടി നമ്മൾ കൂട്ടി വെച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് യൂസ് ചെയ്യുന്നത്. ചെറുചൂടുള്ള പാലാണ് യൂസ് ചെയ്യുന്നത്. ആ പാൽ വെച്ചിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ലൂസ് ചെയ്തിട്ട് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ഇടണം പൊടി, അല്ലെങ്കിൽ ഒന്നായിട്ട് കട്ട കുത്തും. നമുക്ക് ബേക്ക് ചെയ്യാനുള്ള കുക്കർ റെഡിയാക്കാം. അതൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ നാച്ചുറൽ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കുക അതുപോലെ. അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ റെഡിയായി. അതുപോലെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. നമ്മുടെ പാന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. കേക്ക് ബേക്ക് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ക്രീമിലേക്ക് ഒരു ഇത്തിരി പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഈ ബൗളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. അതിൻ്റെ അടിയിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് പാത്രത്തിൽ. അതിന് മേലെയാണ് ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുള്ളത്. നമ്മൾ ക്രീം ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾ വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫുൾ 1 ലിറ്ററിൻ്റെ വിപ്പിംഗ് ക്രീമാണത് മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. 4 ലെയർ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ക്രീം ഒരുപാട് വേണ്ടി വരും. നമ്മൾ അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇത്തിരി ഷുഗർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് എന്താ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഏകദേശം ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സമയം വേണ്ടി വരും. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത്തിരി പാലിലാണ് പഞ്ചസാര മിക്സ് ചെയ്യുന്നത്. പഞ്ചസാര മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് 4 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. നമ്മൾ കത്തീനെക്കാട്ടിലും നമുക്ക് ഏറ്റവും സുഖമായിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു ഈർമ്പ് വെച്ചിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു വരയിലൂടെ നമ്മുടെ ഈർമ്പ് ഇട്ടിട്ട് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് വലിച്ചാൽ മതി. നല്ല ക്ലീനായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പം നമ്മുടെ കേക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം.
നമ്മുടെ കയ്യിൽ ടേണിംഗ് ടേബിളും ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് അതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് ശേഷം നമുക്കൊരു ക്രീം ഇത്തിരി അതിൻ്റെ മുകളിലാക്കി കൊടുക്കുക. നമ്മുടെ കേക്ക് ഫ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ക്രീമൊക്കെ ആക്കിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നത്. അത് നല്ലോണം എല്ലായിടത്തും ആക്കി കൊടുക്കുക. നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ നെക്സ്റ്റ് ലെയറും കൂടെ വെച്ചിട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ ലെയർ നമ്മൾ വെച്ചിട്ട് ചെയ്യുക. ക്രീമൊക്കെ ഏകദേശം നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. സെറ്റായി വരുമ്പോഴേക്കും നമുക്കതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനൊരിത്തിരി ഈ ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പീലർ വെച്ചിട്ട് കുറച്ച് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് മുകൾ ഭാഗം ഒന്ന് നമ്മുടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് മെഷറിംഗ് കപ്സും ഒന്നുമില്ലാതെ നമുക്ക് ഒരു കേക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.